ഹായ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. നമ്മളിന്ന് ബ്യൂട്ടി ടിപ്സ് ആണ് കേട്ടോ കാണുന്നത്. സൂപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. അത് ഹെയറിനും നമ്മുടെ ഫേസിനും മുഖത്തിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ചെയ്ത് നോക്കിയിട്ട്. ഈ സ്ക്രീനിൽ നമ്മൾ കാണുന്നത് ബിഫോർ ആൻഡ് ആഫ്റ്റർ റിസൾട്ടാണ്. ബിഫോർ എത്ര ഡള്ളാണ് എൻ്റെ ഫേസിലെ സ്കിന്ന് നോക്കി, കളറല്ല ഡൾനെസ് നോക്കണം. ഇത് അപ്ലൈ ചെയ്തിട്ട് ഞാൻ വാഷ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് തുടയ്ക്കുമ്പോഴത്തേക്കും നല്ല ഫേസ് ബ്രൈറ്റൻ ആയിട്ടുണ്ട്, സ്കിന്ന് ഹെൽത്തി ആയിട്ടുണ്ട്. നമുക്ക് ഈ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് കറ്റാർവാഴയാണ്. കറ്റാർവാഴ ആസ് യൂഷ്വൽ പറയുന്ന പോലെ തന്നെ കറ്റാർവാഴയുടെ ലീഫ് നമ്മൾ കട്ട് ചെയ്ത് ഒരു രാത്രി, അറ്റ്ലീസ്റ്റ് ഒരു രാത്രിയെങ്കിലും ഒരു ഗ്ലാസ്സിലോ ഏതെങ്കിലും ഒരു പാത്രത്തിലോ നമ്മൾ ആ കട്ട് ചെയ്ത പോർഷൻ താഴെ വരുന്ന പോലെ വെക്കണം. അതിൻ്റെ കറയെല്ലാം കളയണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കഴുകിയിട്ട് ഞാനിപ്പം ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വാട്ടറി കൺസിസ്റ്റൻസി ആയിപ്പോവും. അതിന് പകരം നമ്മൾ ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് ഇതിൻ്റെ ലീഫിൻ്റെ വൺ സൈഡ് ഗ്രീൻ കളർ സ്കിൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിങ്ങനെ ഉരച്ചെടുക്കുകയാണെങ്കിൽ നല്ല എന്താ പറയുക മുട്ടയുടെ വെള്ളയുടെ കൺസിസ്റ്റൻസിയിൽ കിട്ടുകയും ചെയ്യും. ഒട്ടും ഇങ്ങനെ കട്ടയായിട്ടുണ്ടാവുകയില്ല. നമുക്ക് മുഴുവനും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിന് മുന്നേ കാണിച്ച വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്രയും അത് വേസ്റ്റ് ആവുകയും ചെയ്യും. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഹെയറിലൊക്കെ ഇങ്ങനെ ചെറിയ കട്ടകളായിട്ട് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു തിക്കായിട്ടുള്ള ജെല്ലി മീൻസ് ഇങ്ങനെ ഒരു മുട്ടയുടെ വെള്ളയുടെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ജെല്ല്, അതായത് ഈ ഒരു കറ്റാർവാഴയുടെ ജെല്ല് നമ്മൾ ഇങ്ങനെ വേർതിരിച്ചെടുക്കുകയാണ്. നല്ല നീറ്റായിട്ട് തന്നെ നമുക്കിത് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മളിതിലേക്ക് നമ്മൾ വേറെ 1-2 ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പാക്ക് ഉണ്ടാക്കുന്നത്. അതിന് മെയിനായിട്ട് നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നത് മുട്ടയുടെ വെള്ളയാണ്. മുട്ടയുടെ വെള്ള നമ്മൾ മഞ്ഞക്കറി യൂസ് ചെയ്യുമ്പോൾ മഞ്ഞക്കറിന് ഭയങ്കര ഒരു എന്താ പറയുക ഒരു സ്മെല്ലുണ്ട്. അത് ഇഷ്ടമില്ലാത്തവർക്ക് മഞ്ഞക്കറി യൂസ് ചെയ്യണമെന്നില്ല. ഞാനിപ്പോൾ മഞ്ഞ എടുക്കുന്നില്ല, വെള്ളക്കറി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. വെള്ള എന്ന് പറയുമ്പം പ്രോട്ടീൻ ഉണ്ട്, അത്യാവശ്യം നല്ല പ്രോട്ടീൻ റിച്ച് ആണ്. നമ്മുടെ മുടിക്കും സ്കിന്നിനും ഒക്കെ ഭയങ്കര ഹെൽത്തി, ആൻറ്റി റിങ്കിൾസ് ഒക്കെ എഫക്റ്റൊക്കെ ഉള്ള ഒരു സംഭവമാണ് മുട്ടയുടെ വെള്ളം. അപ്പോൾ അത് നമ്മുടെ സ്കിന്ന് ഭയങ്കര ഹെൽത്തി ആവും കേട്ടോ. മുട്ടയുടെ വെള്ളയുടെ കൂടെ ഞാൻ കുറച്ച് കാപ്പിപ്പൊടി, അതായത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഒരു സാഷറ്റായിരുന്നത്, അതും കൂടിയിട്ട് നന്നായിട്ട് ഞാൻ അടിച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അടിച്ച് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു അതായത് നമ്മുടെ മുട്ടയുടെ വെള്ളം അടിച്ചെടുക്കുന്ന അതേ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. മിക്സ് ചെയ്യാൻ കുറച്ച് പാടാണ്, പക്ഷെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഈ ഒരു മിശ്രിതം നമുക്ക് സ്കിന്നിലായാലും ഹെയറിലായാലും അപ്ലൈ ചെയ്യാൻ ഈസിയാണ്. അതേപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒലിച്ച് താഴോട്ട് ഇറങ്ങിയില്ല. അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്, വാഷ് ഓഫ് ചെയ്യാൻ എളുപ്പമാണ്. ഇത് കഴുകി കളയുമ്പോഴായാലും നമ്മുടെ സ്കിന്നിലോ ഹെയറിലോ ഒന്നും വേറെ എന്തെങ്കിലും അഴുക്ക് പറ്റി പിടിച്ചിരിക്കുകയോ മുടിയിലൊക്കെ ആകുമ്പോൾ ഉടക്കിയിരിക്കുമല്ലോ, ഇങ്ങനെ കട്ടയായിട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറ്റാർവാഴ സൂത്തൻ ചെയ്യുന്നതാണ്. കറ്റാർവാഴ എന്താ പറയുക, നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് ഒക്കെ മാറ്റുകയും ഡൾനെസ് മാറ്റുകയും ചെയ്യുന്ന, അതുപോലെ ഹെയറിനാണെങ്കിൽ നല്ല ഷൈനിങ് തരികയും സൂത്തനിങ് തരികയും ഡാൻഡ്രഫ് റിമൂവൽ അങ്ങനെ ഒരുപാട് വൈറ്റമിൻ റിച്ച് ആണ്, നമ്മുടെ കണ്ടീഷനിങ് എഫക്റ്റ് തരികയൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ് കറ്റാർവാഴയുടെ ജെൽ. അതേപോലെ തന്നെ സ്കിന്നിനും സെയിം ഗ്ലേസിങ് തരും. ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലോ നമുക്ക് കിട്ടും കേട്ടോ. അതേപോലെ തന്നെ നമ്മളിത് ആദ്യം ഫേസിൽ തേക്കണം, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യണം. നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ഹെയറിൻ്റെ സ്കാൽപ്പ് ടച്ച് ചെയ്ത് വീണ്ടും ഈ ഒരു പാത്രത്തിലുള്ള ഈ ഒരു മിക്സ് ടച്ച് ചെയ്ത് അങ്ങനെ ചെയ്യുമ്പം ഡാൻഡ്രഫോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്കിന്നിലേക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം ഫേസിൽ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങുക. ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പം ഓരോ മുടി നമ്മളിങ്ങനെ വകഞ്ഞ് അപ്ലൈ ചെയ്യുന്നത് കൂടാതെ നമ്മുടെ ഹെയർ ഓൾ ഓവർ ഹെയർ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക, നല്ലതാണ്. അപ്പം ഹെയറിൻ്റെ ലെങ്ത്തും തിക്നെസ് അനുസരിച്ചിട്ട് നിങ്ങൾ ആവശ്യത്തിന് ഇൻഗ്രീഡിയൻസ് അധികമായിട്ട് എടുക്കാം കേട്ടോ. കാരണം മുട്ടയുടെ വെള്ളം എടുത്താൽ മതിയായിരിക്കും. കറ്റാർവാഴയുടെ അളവ് കൂട്ടിയെടുത്താൽ മതി. ഫേസിൽ ആക്ച്വലി നമ്മളൊരു 10 മിനിറ്റ്സ് മാക്സിമം വെച്ചാൽ മതിയായിരിക്കും. നമുക്കത് ഫീൽ ചെയ്യും. മുട്ടയുടെ വെള്ള ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് വലിയുന്ന പോലെ ഫീൽ ചെയ്യുന്നു. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസിൽ ഇതുപോലെയുള്ള പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഫേസ് ചിരിക്കോ വർത്താനം പറയുകയോ സംസാരിക്കുകയോ ചിരിക്കോ അങ്ങനെ ആക്ഷൻസ് കാണിക്കുകയോ ചുളുക്കോ ഒന്നും ചെയ്തിരിക്കുക, സ്കിന്ന് സ്ട്രെച്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇത് വാഷ് ഓഫ് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല രസമാണ്. സ്കിന്ന് പെട്ടെന്ന് നല്ല എന്താ പറയുക കുറച്ച് യങ് ആവും, എനർജറ്റിക് ആവും, അതേപോലെ ബ്രൈറ്റൻ ആവും, ഗ്ലോ ആവും. ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്നുണ്ട്. അത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. അത് നമുക്ക് യൂസ്ഫുള്ളുമാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെയും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ്, ഈസിയാണ്. അപ്പം രാത്രിയോ രാവിലെയോ അങ്ങനെ എപ്പോഴെങ്കിലും സമയമുള്ളതുപോലെ ട്രൈ ചെയ്യുക. ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്താൽ നല്ലതാണ്.